ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്താമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. തീരുമാനത്തെക്കുറിച്ചുള്ള വനിതാ യാത്രക്കാരുടെ പ്രതികരണവുമായി നമ്മോടൊപ്പം സനിറ്റ ചെയ്യുന്നുണ്ട്. സനിറ്റ, സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനടക്കം ഈ വീടുകളിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അഞ്ജലി, ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ UDF ജനങ്ങൾക്ക് മുന്നോട്ട് വെച്ച പ്രധാന 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ ചർച്ച നേടിയ ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അതിനാണ് ഇന്നൊരു അന്തിമ തീരുമാനം എത്തിയിരിക്കുന്നത്. ആദ്യ മന്ത്രിസഭയ്ക്ക് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ അടുത്ത മാസം 15 മുതൽ സ്ത്രീകൾക്ക് KSRTയിൽ സൗജന്യ യാത്ര നടത്താം എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം തമ്പാനൂർ KSRT ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നമ്മോടൊപ്പം സ്ത്രീകളൊക്കെ ചേരുന്നുണ്ട്. ചേച്ചി, അപ്പോൾ ചേച്ചി, അടുത്ത മാസം 15 മുതൽ സൗജന്യ യാത്ര എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു? പറഞ്ഞ വാക്ക് പാലിക്കുന്നെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് എത്ര കണ്ട് വിജയകരമായി നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? നടപ്പിലാക്കണം. നമ്മളെ പോലുള്ളവർക്ക് പോകാനും വരവിനും സൗകര്യങ്ങളും ഉണ്ടാവുള്ളൂ. വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. വാക്ക് പറഞ്ഞിട്ടുണ്ട്, പാലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. അപ്പം 15-ാം തീയതി മുതൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളത് തന്നെയാണ് വിശ്വാസമുണ്ട്. ഇത് എത്ര കണ്ട് ഗുണകരമായി നിങ്ങൾക്ക് സ്ത്രീകൾക്ക് മാറും? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പിങ്ക് ബസ് എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ടാക്കിക്കൊണ്ട് ലേഡീസിന് വേണ്ടി അതായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ബാക്കി ബസ്സുകൾ ഓർഡിനറി എങ്ങനെയാണോ നോർമലി പോകുന്നത് അതുപോലെ തന്നെ പോകുന്നത് തന്നെയാണ് ധാരണ. അങ്ങനെ ആകുമ്പോൾ അത് ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് ഒരുപാട് ആശങ്കയുണ്ട് അഞ്ജലി. ഇത് എത്രത്തോളം ഇത് എങ്ങനെ വിജയകരമായി നടപ്പിലാക്കും? ചേച്ചി, എങ്ങനെ സൗജന്യ യാത്ര എങ്ങനെ കാണുന്നു? എനിക്കറിയില്ല, നടപ്പിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ നമ്മളോട് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെ പല സ്ത്രീകളും നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കും, ഇത് എപ്പോൾ നടപ്പിലാകും, എങ്ങനെ നടപ്പിലാകും എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ആശങ്ക തീർച്ചയായിട്ടും സ്ത്രീകൾക്കുണ്ട്. പക്ഷേ എന്തായാലും ഒരു ഉറപ്പ് തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരിക്കുന്നത്. ചേച്ചി, എങ്ങനെ തോന്നുന്നു ഈ സൗജന്യ യാത്ര? അടുത്ത മാസം 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. KSRTCയിൽ ഇപ്പം കറക്റ്റാ ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് തുടർന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. മറ്റൊരു കാര്യം, നമുക്ക് പുരുഷന്മാരുടെ പ്രതികരണം കൂടി എടുക്കാം. കാരണം അവർക്കൊരു സൗജന്യ യാത്ര ഇതുവരെയും, പുരുഷന്മാർക്ക് ഒരു സൗജന്യ യാത്ര വേണ്ടേ? സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര കൊടുത്തതിനെ പറ്റി എന്താണ്? സൗജന്യ യാത്ര കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റുമെന്നുള്ളതും കൂടെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം KSRTC നഷ്ടത്തിൽ നിന്ന് ലാഭത്തിൽ വന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ ബാധ്യതകളെല്ലാം ഏറ്റെടുക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളതും കൂടെ ആലോചിച്ച് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് അഞ്ജലി ഇവരും പറയുന്നത്. കാരണം വലിയ തരത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തൊക്കെ KSRTC വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അത് കഴിഞ്ഞ മന്ത്രിസഭ ഈ ഗണേഷ് കുമാറിൻ്റെ കാലത്താണ് വലിയ തരത്തിലുള്ള ഒരു മുന്നോട്ട് KSRTC വലിയ തരത്തിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ KSRTC ജീവനക്കാർക്കോ അവരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിലോ ഇത്തരത്തിൽ പെൻഷൻ്റെ കാര്യത്തിലോ യാതൊരു മുടക്കവും വരുത്താതെ KSRTCക്ക് യാതൊരു ബാധ്യതയും ഉണ്ടാക്കുന്ന തരത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തായാലും സ്ത്രീകളെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ വലിയ സന്തോഷത്തിലാണ്. ഇനി നമുക്ക് അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യാം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഞാനും അഞ്ജലിയും നമ്മളെല്ലാവരും. എന്നാൽ ഈ സ്ത്രീകളുടെയൊക്കെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാം, VD സതീശൻ അല്ലെങ്കിൽ ഈ പുതിയ മുഖ്യമന്ത്രി സഭയുടെ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെയാണ് സ്ത്രീകൾ നോക്കിക്കാണുന്നത്. എന്തായാലും ആ വിവരങ്ങളൊക്കെ നൽകുകയായിരുന്നു സനി.